അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ സുഹൃത്തുക്കളെ, റാഹത്തല്ലേ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനമായ വിഷയം, നമ്മുടെ ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഓണവും നബിദിനവും ഒക്കെ ഒരുമിച്ച് സങ്കോചിതമായ ഒരു മാസം കൂടിയാണ്. അപ്പോൾ ഓണം പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഓണം ശരിക്കും പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ഒരു ആചാരമാണ്. അത് അവരുടെ തന്നെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നതായി കാണാം. എറണാകുളത്തുള്ള തൃക്കാക്കരയിലെ ആ ക്ഷേത്രത്തിലുള്ള തൃക്കാക്കര അപ്പൻ എന്ന് പറയുന്ന വാമരാമൂർത്തി, ആ വാമരാമൂർത്തിയെ അവർ ആരാധിച്ചുകൊണ്ട് മഹാബലിയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് അവർ തിരുവോണം ആഘോഷിക്കുന്നത്. അത് കൂടാതെ അന്നേ ദിവസം അവർ പൂക്കളം ഒരുക്കുന്നതുമൊക്കെ. നമ്മള് എന്തുകൊണ്ടപ്പോ ഈ ഒരു കാരണമൊക്കെ വെച്ചുകൊണ്ടാണ് ഓണം നമുക്ക് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം ആ ഓണത്തിന്റെ A to Z അവരുടെ ആരാധനയാണ്. മറ്റുള്ളവരുടെ ആരാധനകളിൽ മുസ്ലിമീങ്ങളായ നാം പങ്കുചേരാൻ ഒരിക്കലും പാടില്ല. മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ആരാധനകളിലൂടെ കൈമാറുന്നതിലല്ല നമുക്ക് വേണ്ടത്, മറിച്ച് സൗഹാർദ്ദത്തിലൂടെയുള്ള കൈമാറ്റത്തിലാണ് നമുക്ക് മതപരമായ സൗഹാർദ്ദം നമുക്ക് വേണ്ടത് എന്ന് സന്ദർഭാനുയോജ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, അവർക്ക് അവരുടെ മതം, അവരവരുടെ മതത്തിലുള്ളതൊക്കെ അവർ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ മതവുമായി കഴിഞ്ഞുകൂടുക. എന്തിനാണ് അവരുടെ മതത്തിൽ നാം പോയി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ മതത്തിൽ തന്നെ നമുക്ക് ആഘോഷിക്കാൻ എത്രയോ ആഘോഷങ്ങളുണ്ട്. അതിൽ നാം പരിമിതമായി ഒതുങ്ങിക്കൂടുക. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു വല്ലൊരുത്തനും ഒരു കൗമിനോട് ഇടപെട്ടാൽ, അല്ലെങ്കിൽ ആ കൗമ് കാട്ടിക്കൂട്ടുന്നത് പോലെയാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അവനും ആ സമൂഹത്തിൽ പെട്ടവനാണ് എന്ന് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് എന്റെ നാടാവുന്ന ലക്ഷദ്വീപിൽ, സുഹേലി ദ്വീപിൽ ബോട്ടപകടമുണ്ടായി 3 സഹോദരങ്ങളെ അതിൽ 2 സഹോദരങ്ങളെ കാണുവാനില്ല. ഒരു സഹോദരൻ തിരിച്ചെത്തി. അല്ലാഹുവേ, ആ 2 സഹോദരങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ അല്ലാഹ്. ഈ മാസത്തിന്റെയും ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് അവരെ തിരിച്ചു നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നബീലി എന്ന് പറയുന്ന സഹോദരനാണ് കവരത്തിയിലുള്ള. അല്ലാഹു അദ്ദേഹത്തിന്റെ സഹോദരൻ അഥവാ ഹിദായത്ത് എന്ന് പറഞ്ഞ 2 പേരെയാണ് ബോട്ടപകടത്തിലൂടെ കാണാതായത്, സുഹൈലി ദ്വീപിന്റെ പരിസരത്ത് വെച്ച്. അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. ഈ മാസത്തിന്റെ ഞങ്ങൾ പറയുന്നതിന്റെയും ഒക്കെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അവരെ ഞങ്ങൾക്ക് തിരിച്ചു നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിന് തിരിച്ചു നൽകണേ അല്ലാഹുവേ. അവരെത്രയും പെട്ടെന്ന് തിരിച്ചെത്തി ഞങ്ങൾക്ക് അവരെയൊക്കെ കണ്ട് സന്തോഷത്തിൽ ആകാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.